നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. മ്യൂസിക്കൽ ഡാൻസിംഗ് ഫൗണ്ടന്റെ നിർമ്മാണത്തിനെത്തിച്ച അസംസ്കൃത വസ്തുക്കൾ കാണാതായി. അഷ്ടമുടിക്കായലിനെ ആകർഷകമാക്കാനായാണ് പദ്ധതി കൊണ്ടുവന്നത്. കഴിഞ്ഞ മെയ്യിൽ ആരംഭിച്ച പദ്ധതിയുടെ നിർമ്മാണം എങ്ങുമെത്തിയില്ല. മക്കൾ സംരക്ഷിക്കുന്നില്ല. വയോധിക ദിവസങ്ങളായി കഴിയുന്നത് ട്രെയിനിലും റെയിൽവേ സ്റ്റേഷനിലും. കോഴിക്കോട് സ്വദേശിനി മറിയാമയാണ് പോകാനിടമില്ലാതെ റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞത്. RPFന്റെയും ജീവകാരുണ്യ പ്രവർത്തകരുടെയും ഇടപെടലിൽ ഇവരെ അഭയകേന്ദ്രത്തിൽ എത്തിച്ചു. പെരിനാട് പെരുമൺ റെയിൽവേ സ്റ്റേഷന് സമീപം കുറ്റിക്കാടിന് തീപിടിച്ചു. 1/2 കിലോമീറ്റർ ദൂരത്തിൽ തീ പടർന്നു. ഇതേ തുടർന്ന് ട്രെയിനുകൾ പിടിച്ചിട്ടു. വിശദമായ വാർത്തകളിലേക്ക്. അഷ്ടമുടിക്കായലിനെ കൂടുതൽ ആകർഷകമാക്കുക എന്ന ലക്ഷ്യത്തോടെ അവതരിപ്പിച്ച മ്യൂസിക്കൽ ഡാൻസിംഗ് ഫൗണ്ടന്റെ നിർമ്മാണത്തിനെത്തിച്ച അസംസ്കൃത വസ്തുക്കൾ കാണാതായി. കഴിഞ്ഞ മെയ്യിൽ ആരംഭിച്ച പദ്ധതിയുടെ നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല. മ്യൂസിക്കൽ ഫൗണ്ടന്റെ നിർമ്മാണ ജോലികൾ ആരംഭിച്ചെന്നും ചില സാങ്കേതിക തടസ്സങ്ങൾ മാത്രമാണുള്ളതെന്നും നിർമ്മാണ ചുമതലയുള്ള തീരദേശ വികസന കോർപ്പറേഷൻ അധികൃതർ പറയുന്നു. അതേസമയം കരാർ ഏറ്റെടുത്ത വ്യക്തി മരിച്ചതാണ് നിർമ്മാണം നീണ്ടുപോകാൻ കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം. സംഗീതത്തിനനുസരിച്ച് ജലധാരയും ലൈറ്റുകളുമായി കണ്ണിന് കുളിർമയാകുന്ന നിലയിലാണ് പദ്ധതി ലക്ഷ്യമിട്ടിരുന്നത്. അഷ്ടമുടിക്കായലിലെ ജലത്തിൽ ചലനം സൃഷ്ടിച്ച അടിത്തട്ടിലേക്ക് ഓക്സിജൻ കടത്തിവിട്ട മത്സ്യസമ്പത്തിന് സംരക്ഷണമൊരുക്കാനും പദ്ധതി ലക്ഷ്യമിട്ടിരുന്നു. നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനോ കരാർ മറ്റാർക്കെങ്കിലും കൈമാറുന്നതിനോ അധികൃതർ തയ്യാറാകാത്തതാണ് പദ്ധതിയുടെ മെല്ലെപ്പോക്കിന് കാരണമായി വിലയിരുത്തപ്പെടുന്നത്. കോർപ്പറേഷന്റെ നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഷ്ടമുടിക്കായൽ സംരക്ഷിക്കുന്നതിനായി ആരംഭിച്ച ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി പദ്ധതിയുടെ ഭാഗമായാണ് ജലധാര സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടത്. സ്മാരക പുനർജനി പാർക്കിന് അഭിമുഖമായി മാലിന്യങ്ങൾ നീക്കി വൃത്തിയാക്കിയ കായൽ വെള്ളത്തിലാണ് ജലധാര സ്ഥാപിച്ചിരുന്നത്. ജില്ലയിലെ 2ാമത്തെ ജലധാരയാണ് അഷ്ടമുടിക്കായലിൽ നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടത്. ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി തെന്മലയിലാണ് ആദ്യ സംഗീത ജലധാരയുള്ളത്. 30 ലക്ഷം രൂപയായിരുന്നു നിർമ്മാണ ചെലവ്. എന്തായാലും നിലവിൽ ജലധാരയുടെ നിർമ്മാണത്തിനെത്തിച്ച അസംസ്കൃത വസ്തുക്കൾ അപ്രത്യക്ഷമായ നിലയിലാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മക്കൾ സംരക്ഷിക്കുന്നില്ല. വയോധിക ദിവസങ്ങളായി കഴിയുന്നത് ട്രെയിനിലും റെയിൽവേ സ്റ്റേഷനിലും. കോഴിക്കോട് സ്വദേശിനി മറിയാമയാണ് പോകാനിടമില്ലാതെ റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞത്. ഒടുവിൽ RPFന്റെയും ജീവകാരുണ്യ പ്രവർത്തകരുടെയും ഇടപെടലിൽ ഇവരെ കായംകുളം മാതൃജ്യോതിയിൽ പ്രവേശിപ്പിച്ചു. 2 ദിവസമായി റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കഴിഞ്ഞു വന്ന കോഴിക്കോട് സ്വദേശി മറിയാമയെയാണ് RPFന്റെയും ജീവകാരുണ്യ പ്രവർത്തകരുടെയും ഇടപെടലിൽ കായംകുളത്തെ മാതൃജ്യോതിയിൽ താൽക്കാലിക അഭയം നൽകിയത്. 4 മക്കളുള്ള ഇവരെ മക്കളാരും തന്നെ സംരക്ഷിക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് വീട് വിട്ട് ഇറങ്ങുകയായിരുന്നു. മറിയാമയുടെ പേരിലുണ്ടായിരുന്ന പണമെടുത്ത് മകന് നൽകിയതോടെ മറ്റു മക്കൾ സംരക്ഷിക്കാൻ തയ്യാറായില്ലെന്ന് മറിയാമ്മ പറയുന്നു. ഇളയ മകന് പണം നൽകിയതിന്റെ പേരിലാണ് മറ്റു മക്കൾ സംരക്ഷിക്കാൻ തയ്യാറാകാതിരുന്നത്. ഇതോടെ വസ്ത്രമടങ്ങിയ സഞ്ചിയുമായി വീട് വിട്ടിറങ്ങുകയായിരുന്നു. 4 മക്കൾക്കും വീതിച്ചു കൊടുത്ത അമ്മ. എന്നിട്ട് അമ്മയ്ക്ക് അമ്മയുടെ ഒരു എൻ്റെ പേരിൽ ഒരു 5 ലക്ഷം ഉണ്ടായിരുന്നു. അത് ഈ ഇളയ അവള് വാങ്ങിച്ചു. വർത്തമാനം പറഞ്ഞ അവള് ആ പൈസ തീർന്നപ്പോഴത്തേക്ക് അമ്മയാ കളഞ്ഞു. പൈസ തീരുന്നില്ല. എൻ്റെ കയ്യിൽ നിന്ന് അവള് വാങ്ങിച്ച് അവിടെ അക്കൗണ്ടിലേക്ക് മാറ്റി കഴിഞ്ഞപ്പം തന്നെ എന്നോട് പൊക്കോളാൻ പറഞ്ഞു. അയ്യോ, അങ്ങനെ പറയല്ല. അവള് ഒരു ദിവസം അവളും പിള്ളേരും രണ്ടും കൂടെ എവിടെയാ പോയതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പോകുമ്പോൾ അവിടെയുണ്ട്. ഞാൻ വെള്ളിയാഴ്ച രാവിലെ പ്രാർത്ഥനയ്ക്ക് പോയി. ലാസ്റ്റ് ആരുടെ കൂടെ ആയിരുന്നു അമ്മ? അന്ന് ഞാൻ അവിടെ കൂടെ ഇയാളെ വീട് വിട്ട് ഇറങ്ങിയിട്ട് വീട് വിട്ട് ഇറങ്ങിയത് കഴിഞ്ഞ 3-4 ദിവസമായുള്ളൂ. 3-4 ദിവസമാണ് കൃത്യമായിട്ട്. കോഴിക്കോടും കൊല്ലവുമായി ട്രെയിനിൽ സഞ്ചരിച്ച തിരികെ കൊല്ലത്ത് തന്നെ എത്തി. പിന്നീട് എങ്ങോട്ട് പോകണമെന്നറിയാതെ കൊല്ലത്തു തന്നെ ഇവർ തുടരുകയായിരുന്നു. RPF ജീവകാരുണ്യ പ്രവർത്തകരെ വിവരമറിയിച്ചതിനെ തുടർന്ന് ശക്തികുളങ്ങര ഗണേശ്, ബാബു, ശ്യാംഷാജി എന്നിവർ വയോധികയെ കായംകുളത്തെ മാതൃജ്യോതി അഭയകേന്ദ്രത്തിൽ എത്തിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പെരിനാട് പെരുമൺ റെയിൽവേ സ്റ്റേഷന് സമീപം തീപിടുത്തം. 1/2 കിലോമീറ്റർ ദൂരത്തിൽ തീ പടർന്നു. റെയിൽവേ സ്റ്റേഷന് സമീപത്തെ കുറ്റിക്കാടിനാണ് തീപിടിച്ചത്. തീപിടുത്തത്തെ തുടർന്ന് ട്രെയിനുകൾ സമീപത്ത് പിടിച്ചിട്ടു.
പെരുമൺ റെയിൽവേ സ്റ്റേഷന് സമീപത്താണ് 1/2 കിലോമീറ്ററോളം ദൂരത്തിൽ തീപിടുത്തമുണ്ടായത്. റെയിൽവേ സ്റ്റേഷന് സമീപത്തെ കുറ്റിക്കാടുകൾക്കാണ് തീ പടർന്നത്. ഇതേ തുടർന്ന് ട്രെയിനുകൾ സമീപത്ത് പിടിച്ചിട്ടു. കുണ്ടറയിൽ നിന്നും കൊല്ലത്തു നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. കുറ്റിക്കാടുകൾ ഉൾപ്പെടെ ചൂട് കൂടിയ സാഹചര്യങ്ങളിൽ തീപിടുത്തമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കാപ്പ ചുമത്തി നാടുകടത്തി. കരുനാഗപ്പള്ളി തൊടിയൂർ സ്വദേശി നിസാമിനെയാണ് കാപ്പ നിയമം ചുമത്തി കൊല്ലം സിറ്റി പോലീസ് ജില്ലയിൽ നിന്നും പുറത്താക്കിയത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കരുനാഗപ്പള്ളി തൊടിയൂർ മുഴങ്ങോടി നിഷാദ് മൻസിലിൽ പൊടി എന്ന് വിളിക്കുന്ന 29-കാരനായ നിസാമിനെയാണ് കാപ്പ നിയമം ചുമത്തി കൊല്ലം സിറ്റി പോലീസ് കൊല്ലം ജില്ലയിൽ നിന്നും പുറത്താക്കിയത്. 2020 മുതൽ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ വ്യക്തികൾക്കു നേരെയുള്ള കയ്യേറ്റം, അതിക്രമം, നാശനഷ്ടം വരുത്തൽ, നരഹത്യാശ്രമം തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് ഇയാളുടെ പേരിലുള്ളത്. സിറ്റി പോലീസ് മേധാവി ഹേമലത സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം റേഞ്ച് DIG ഹിമേന്ദ്രനാഥാണ് ജില്ലയിൽ നിന്നും ഇയാളെ നാടുകടത്തി ഉത്തരവിറക്കിയത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പുനലൂർ ചാലിയക്കരയിൽ പന്നിയുടെ ആക്രമണത്തിൽ മരിച്ച രഘുനാഥൻ പിള്ളയുടെ കുടുംബത്തിന് ആദ്യഘട്ട സഹായം കൈമാറി. 5 ലക്ഷം രൂപയാണ് ആദ്യഘട്ട സഹായമായി നൽകിയത്. ഇയാളുടെ മകൾക്ക് വനം വകുപ്പിൽ താൽക്കാലിക ജോലി ലഭ്യമാക്കിയതായി MLA പറഞ്ഞു. സംസാരിക്കട്ടെ, ക്രമീകരണത്തിൻ്റെ കാര്യം അവരുമായിട്ട് മാന്യമായിട്ടും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. MDയുമായിട്ടൂടെ നമുക്ക് സംസാരിച്ച് അവിടെ ഒരു ക്രമീകരണം. പുനലൂർ ചാലിയക്കര ഉപ്പുകുഴി മംഗലത്തിൽ പുത്തൻ വീട്ടിൽ 58-കാരനായ രഘുനാഥ പിള്ളയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച കാട്ടുപന്നിയുടെ അക്രമത്തിൽ മരിച്ചത്. ഇയാളുടെ കുടുംബത്തിനാണ് ആദ്യഘട്ട ധനസഹായമായി 5 ലക്ഷം രൂപ PS സുബാൽ MLA കൈമാറിയത്. ഇയാളുടെ മകൾക്ക് വനംവകുപ്പിന്റെ ചാലിയക്കരയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഇക്കോ ഷോപ്പ് വനദീപ്തിയിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ലഭ്യമാക്കിയതായും MLA കുടുംബത്തെ അറിയിച്ചു. ശ്രീ രഘുനാഥൻ പിള്ളയുടെ വേർപാട് നമുക്കെല്ലാവർക്കും വളരെ പ്രയാസമുണ്ടാക്കിയ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിനെ തുടർന്ന് നിരാലംബമായ കുടുംബത്തെ സഹായിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെയും സമൂഹത്തിൻ്റെയും ഏറ്റവും വലിയ കടമയും ഉത്തരവാദിത്വമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബഹുമാനപ്പെട്ട വനമന്ത്രിയുടെ ശ്രദ്ധയിൽ വിഷയങ്ങൾ കൊണ്ടുവരികയും ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ 10 ലക്ഷം രൂപയാണ് ആ കുടുംബത്തിന് അടിയന്തരമായി സഹായിക്കുവാനായി സർക്കാർ തീരുമാനിച്ചത്. അതിൻ്റെ ആദ്യ ഗഡുവായിട്ടുള്ള 5 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഇവിടെ വെച്ച് നിങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ ഏൽപ്പിക്കുക. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ അപേക്ഷ കൊടുക്കുന്ന മുറയ്ക്ക് ബാക്കിയുള്ള പണം കൂടി കുടുംബത്തിന് കൈമാറുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും. വളരെ പെട്ടെന്നാണ് നമുക്ക് ഇക്കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വേർപാടിനെ തുടർന്ന് നിരാലംബമായ കുടുംബത്തിന് സാമ്പത്തിക സഹായത്തോടൊപ്പം തന്നെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം ഉണ്ടാകുന്നതിനുള്ള നടപടി കൂടി ഉണ്ടാകണമെന്ന് വനമന്ത്രിയോട് അഭ്യർത്ഥന നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തി CCFുമായി DFOയുമായി ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്ത് തന്നെ നമ്മുടെ വനദീപ്തിയിൽ പത്തുപറ വനദീപ്തിയിൽ ശ്രീ രഘുനാഥൻ പിള്ളയുടെ മകൾക്ക് ഒരു താൽക്കാലികമായിട്ടുള്ള ജോലി ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. RDO സുരേഷ് ബാബു, പഞ്ചായത്ത് അംഗങ്ങളായ ലൈലജ, സുനിൽ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. രാവിലെ എസ്റ്റേറ്റിൽ ജോലിക്ക് പോകുമ്പോഴാണ് രഘുനാഥ പിള്ള പന്നിയുടെ ആക്രമണത്തിന് ഇരയായത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഞ്ചലിൽ BJPയിൽ കൂട്ടരാജി. അഞ്ചൽ മണ്ഡലം സെക്രട്ടറി ഉൾപ്പെടെ 4 പേരാണ് രാജിവെച്ചത്. നേതാക്കളുടെ സാമ്പത്തിക തട്ടിപ്പ്, റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ, പാർട്ടി ഫണ്ട് തട്ടിപ്പ്, ജാതീയ അധിക്ഷേപം തുടങ്ങിയ കാരണങ്ങൾ ഉന്നയിച്ചാണ് പ്രവർത്തകർ രാജിവെച്ചത്. അഞ്ചൽ മണ്ഡലത്തിലെ BJP ഭാരവാഹികളാണ് നേതൃത്വത്തിന്റെ തെറ്റായ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജിവെച്ചത്. അഞ്ചൽ മണ്ഡലം സെക്രട്ടറി ബിജു ആർ, അഞ്ചൽ മണ്ഡലം മുൻ സെക്രട്ടറി അരുൺ, അഞ്ചൽ പഞ്ചായത്ത് സമിതി ജനറൽ സെക്രട്ടറി രതീഷ് കുമാർ, സോഷ്യൽ മീഡിയ കൺവീനർ സുരേഷ് ബാബു R എന്നിവരാണ് BJPയിൽ നിന്നും രാജിവെച്ചത്. BJP കൊല്ലം ഈസ്റ്റ് ജില്ലയിൽപ്പെട്ട അഞ്ചൽ, പുനലൂർ മണ്ഡലങ്ങളിലെ പ്രധാന ചുമതലക്കാരെയും മണ്ഡലം പഞ്ചായത്ത് ഭാരവാഹികളെയും സുഗമമായി പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത പാർട്ടിയുടെ സംഘടനാ ചുമതലയിലുള്ള ചിലരുടെ പാർട്ടി വിരുദ്ധ ക്രിമിനൽ മാഫിയ പ്രവർത്തനങ്ങളിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് ഇവർ വാർത്താ സമ്മേളനത്തിൽ കൊല്ലത്ത് പറഞ്ഞു. കൊല്ലം റവന്യൂ ജില്ലയിൽ BJPക്ക് 2 ജില്ലകളാണുള്ളത് സംഘടനാ തലത്തിൽ. അതിൽ ഈസ്റ്റ് ജില്ല കൊട്ടാരക്കര മുതൽ മുകളിലെത്തുന്ന ഭാഗമാണ്. അതിൽ അഞ്ചൽ മണ്ഡലത്തിൽ BJPയുടെ സജീവ പ്രവർത്തകരും BJPയുടെ മണ്ഡലത്തിന്റെ പഞ്ചായത്തിന്റെയും ചുമതലക്കാരായിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഈ പത്രസമ്മേളനം നടത്തേണ്ട ഉദ്ദേശം എന്ന് പറയുന്നത്
ബി ജെ പിയിൽ നമുക്ക് തുറന്നു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ബി ജെ പിയുടെ നിലവിലുള്ള ഞങ്ങളുടെ ചുമതലകളിൽ നിന്ന് ഞങ്ങൾ ഒഴിയുന്ന വിവരം പത്രക്കാരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമ്മേളനം, പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈസ്റ്റ് ജില്ലയിലെ ഒരു ജില്ലാ ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ പേര് ആലഞ്ചേരി ജയചന്ദ്രൻ എന്നാണ്. അതുപോലെ മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് അമ്പാടി, മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബാലേന്ദ്രപിള്ള, ഈ 3 പേരുടെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളും പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നതിന് അവർ കാണിക്കുന്ന വ്യക്തിഗതമായ ചില കാരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ പാർട്ടി വിടാൻ തീരുമാനിച്ചിട്ടുള്ളത്. പാർട്ടിയുടെ ചുമതല മാറാൻ തീരുമാനിച്ചു. അതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒന്ന് സാമ്പത്തിക അഴിമതികൾ, 2 ഈ പറയപ്പെടുന്ന ആൾക്കാർ നടത്തുന്ന റിയൽ എസ്റ്റേറ്റ്, പാർട്ടി ഉപയോഗിച്ച് നടത്തുന്ന റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങൾ, അതുപോലെ തന്നെ പാർട്ടി ഫണ്ടിന്റെ തിരിമറികൾ, അതുപോലെ അനധികൃതമായി നടത്തുന്ന വമ്പിച്ച രീതിയിലുള്ള പണപ്പിരിവുകൾ, പിന്നെ പാർട്ടി പ്രവർത്തകർക്ക് നേരെയുള്ള ജാതിപരമായ അധിക്ഷേപങ്ങൾ, അത് പ്രത്യേകിച്ചും വനിതാ പ്രവർത്തകർക്ക് ഉള്ളതാണ് അധിക്ഷേപങ്ങൾ. നേതാക്കളുടെ സാമ്പത്തിക തട്ടിപ്പുകൾ, പാർട്ടി ഉപയോഗിച്ചുകൊണ്ടുള്ള റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും ഭൂമി തട്ടിയെടുക്കൽ നടപടികളും, പാർട്ടി ഫണ്ട് തട്ടിപ്പും തിരിമറിയും, അനധികൃത പണപ്പിരിവും, സാമ്പത്തിക അച്ചടക്കമില്ലായ്മയും, ജാതീയ അധിക്ഷേപവും, വനിതാ പ്രവർത്തകരോടുള്ള മോശം സമീപനവും, പാർട്ടി ചുമതലക്കാരെ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയുള്ള കൂട്ട പുറത്താക്കൽ തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രവർത്തകർ രാജിവെച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി വോട്ട് വണ്ടി പര്യടനം ആരംഭിച്ചു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ട് വണ്ടി പുനലൂർ, പത്തനാപുരം നിയമസഭാ മണ്ഡലങ്ങളിലെ ഗ്രാമീണ മേഖലയിലാണ് പ്രചാരണം നടത്തുന്നത്. തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായി വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്തുന്ന പ്രവർത്തനത്തിന്റെയും വോട്ട് രേഖപ്പെടുത്തുന്നതിന്റെയും ബോധവൽക്കരണവും വോട്ടിംഗ് യന്ത്രം പരിചയപ്പെടുത്തുന്നതിന്റെയും ഭാഗമായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ട് വണ്ടി പര്യടനം ആരംഭിച്ചു. പുനലൂർ, പത്തനാപുരം അസംബ്ലി മണ്ഡലങ്ങളിലെ ഗ്രാമീണ മേഖലയിലാണ് വോട്ട് വണ്ടി പ്രചാരണം ആരംഭിച്ചത്. പുനലൂർ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടത്തിയ ചടങ്ങിൽ RDO സുരേഷ് ബാബു വോട്ട് വണ്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു. തഹസീൽദാർ അജിത് ജോയി, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ ബാബു മാത്യു, ഷെയ്ഖ് ഫരീദ്, കറവൂർ വർഗീസ്, രഞ്ജിത് രാജൻ, രാജശേഖരൻ, സതീഷ്, ഷെരീസി മാത്യു, എബ്രഹാം, PS ഷാജഹാൻ, ഷജീദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിൽ തൊഴിലാളി അനുകൂല നിലപാടുകൾ സ്വീകരിച്ച സർക്കാരാണ് LDF സർക്കാരെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. റബ്ബർ മേഖല ലാഭത്തിലാക്കുന്നതിന് നൂതന സംവിധാനങ്ങൾ നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പത്തനാപുരം സ്റ്റേറ്റ് ഫാർമിംഗ് കോർപ്പറേഷനിൽ വിവിധ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. റബ്ബർ മേഖല ലാഭത്തിലാക്കുന്ന സംവിധാനങ്ങൾ നടപ്പിലാക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിൽ തൊഴിലാളി അനുകൂല നിലപാടുകൾ സ്വീകരിച്ച സർക്കാരാണ് LDF സർക്കാരെന്നും മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. പത്തനാപുരം സ്റ്റേറ്റ് ഫാർമിംഗ് കോർപ്പറേഷനിൽ വിവിധ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞിട്ടുണ്ട്, സ്ഥിരപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് തൊഴിലാളികളെ സംബന്ധിച്ച് വളരെ അഭിമാനമുണ്ട്. അതിൽ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഈ ഗവൺമെൻറ് രാഷ്ട്രീയം നോക്കിയല്ല ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ വേദിയിൽ CR നജീവണ്ണൻ അടക്കമുള്ള ആൾക്കാരുണ്ട്. ഇത് സ്ഥിരപ്പെടുത്തുന്ന വിഷയം വന്നപ്പോൾ തന്നെ ആദ്യമേ ഞാനും ആ യോഗത്തിൽ പങ്കെടുത്താണ്. പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളിത് പരസ്യമായി പബ്ലിഷ് ചെയ്യുക. ആർക്കെങ്കിലും ലിസ്റ്റിൽ അപാകതയുണ്ടെന്ന് തോന്നിയാൽ അത് ഉന്നയിക്കാം. അത് ഉന്നയിക്കുന്നതനുസരിച്ച് അത് പരിഹരിച്ചതിന് ശേഷം മതിയെന്ന് തീരുമാനിച്ചുകൊണ്ട് ആദ്യം തന്നെ കാർഡ് വിതരണം ചെയ്യുമ്പോൾ അത് നീതിപൂർവമായിരിക്കണം എന്ന് വളരെ നിർബന്ധപൂർവ്വം സർക്കാർ തീരുമാനിച്ചത് കൊണ്ടാണ്, മാനേജ്മെൻറ്റ് തീരുമാനിച്ചത് കൊണ്ടാണ് എല്ലാവർക്കും കൃത്യമായി കാർഡ് കിട്ടുകയും പരാതി, ഇന്നിപ്പോൾ ഈ കാർഡ് വിതരണം ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയില്ല, ആ മാത്രം വെളിയിലായിപ്പോയി എന്ന് പറയാൻ പറ്റില്ല. ഇതുകൂടാതെ ലാബിൽ ജോലി ചെയ്യുന്ന 5 പേരെ സ്ഥിരപ്പെടുത്തി, അല്ലേ? ലാബിൽ ജോലി ചെയ്യുന്ന 5 പേരെ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ അങ്ങനെ തൊഴിലാളികളെ സംബന്ധിച്ച് തൊഴിലാളികളുടെ ജീവിതത്തിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ളതാണ്. വളരെയധികം തൊഴിലാളികൾ ജോലി ചെയ്യുന്നൊരു മേഖലയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയ സ്ഥാപനത്തെ പിടിച്ചു നിർത്താൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്. സ്പെഷ്യൽ കാറ്റഗറി നിയമനം ലഭിച്ച തൊഴിലാളികൾക്ക് നിയമന ഉത്തരവും, കാഷ്വൽ തൊഴിലാളികൾക്ക് സ്ഥിര നിയമന ഉത്തരവ് നൽകലും, ആശ്രിത തൊഴിലാളികൾക്ക് കാഷ്വൽ കാർഡ് വിതരണം, ടാപ്പിംഗ് ട്രെയിനിംഗ് സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവ മന്ത്രി നിർവഹിച്ചു. ഫാമിംഗ് കോർപ്പറേഷൻ ചെയർമാൻ K ശിവശങ്കരൻ നായർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് S വേണുഗോപാൽ, J സജീവ്, R രഞ്ജിത് രാജ്, G ജോൺസൺ, PM ജോയ്, CA പ്രസാദ്, M ജിയാസുദ്ദീൻ, CR നജീബ്, S ഷാജി, S സതീഷ്, റിയാസ് മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കണ്ണനല്ലൂരിൽ പോലീസ് സ്റ്റേഷന്റെ കെട്ടിട നിർമ്മാണോദ്ഘാടനം മുടങ്ങിയത് വിവാദത്തിൽ. രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് പരിപാടി മുടങ്ങിയതെന്ന് PC വിഷ്ണുനാഥ് MLA പറഞ്ഞു. നോട്ടീസ് അടിച്ച് സ്റ്റേജും പന്തലും ഒരുക്കിയ ശേഷമാണ് രാത്രി ഉദ്ഘാടനം മാറ്റിവെക്കാൻ തീരുമാനിച്ചത്.
കണ്ണനല്ലൂരിൽ പുതിയ പോലീസ് സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനം മുടങ്ങിയതാണ് വിവാദമായിരിക്കുന്നത്. ഇല്ല അങ്ങനെ വിടാനൊന്നും പറ്റത്തില്ല. പൊതുസ്ഥലത്ത് പൊതുകാര്യത്തിന് വന്നാ ഞങ്ങളെ വിളിച്ചു പറഞ്ഞിട്ട് ആക്ഷേപിച്ച് വിടാനാണെങ്കിൽ നടക്കത്തില്ല. മുൻപ് നിശ്ചയിച്ച പരിപാടി മുടങ്ങിയത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണെന്ന് PC വിഷ്ണുനാഥ് MLA പറഞ്ഞു. നോട്ടീസ് അടിച്ച് സ്റ്റേജും പന്തലും ഒരുക്കിയെങ്കിലും ഉദ്ഘാടനം നടത്താൻ കഴിഞ്ഞില്ല. പരിപാടി മാറ്റിവെക്കാൻ രാത്രിയോടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം ലഭിക്കുകയായിരുന്നു. MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ തറക്കല്ലിടിയിൽ ചടങ്ങാണ് പെട്ടെന്ന് മാറ്റിവെച്ചത്. നമ്മളെ പോലീസ് സ്റ്റേഷന്റെ തറക്കല്ലിടിയിലിന് വേണ്ടി നെടുമന പഞ്ചായത്ത് പ്രദേശത്ത് വന്നതാണ്. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, പാർട്ടിക്കാർ, നാട്ടുകാരൊക്കെ ഉണ്ട്. അപ്പോഴാണ് അപ്രതീക്ഷിതമായി കല്ലിടൽ ചടങ്ങ് മാറ്റിവെച്ചു എന്ന് പറയുന്നത്. എന്താണ് അതിൻ്റെ കാര്യങ്ങളെന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും MLA ഒക്കെ ആയിട്ട് ഇടപെട്ടു, പോലീസുകാരുമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ തൊട്ടടുത്ത ഒരു ദിവസം മാറ്റി നടത്താമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ത് ചരട് ബലികളുണ്ടായാലും നമ്മളെ നാട്ടിൽ ഈ പോലീസ് സ്റ്റേഷൻ കൊണ്ടുവരുന്നതിന് ഞങ്ങൾ പഞ്ചായത്തും ബ്ലോക്കും അതുപോലെ നാട്ടുകാരും എല്ലാം അതിനോട്ട് കൂടെ ഉണ്ടാവും. അങ്ങനെ MLAക്ക് എല്ലാവിധമായ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും. പോലീസ് ആസ്ഥാനത്ത് ഉദ്ഘാടന വിവരം അറിയിച്ചിരുന്നില്ലെന്നാണ് ഔദ്യോഗിക വിശദീകരണം. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കൊല്ലത്ത് RPFന്റെ കഞ്ചാവ് വേട്ട. 18 കിലോ കഞ്ചാവുമായി 2 പശ്ചിമബംഗാൾ സ്വദേശികൾ പിടിയിൽ. വിവേക് എക്സ്പ്രസ് ട്രെയിനിൽ രാത്രി 12 മണിയോടെ കൊല്ലത്തെത്തിയപ്പോഴായിരുന്നു അറസ്റ്റ്. വിപണിയിൽ 10 ലക്ഷത്തിലേറെ വില വരുമെന്ന് പോലീസ് പറഞ്ഞു. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ RPFന്റെ വമ്പൻ കഞ്ചാവ് വേട്ട. 18 കിലോ കഞ്ചാവുമായി 2 ബംഗാൾ സ്വദേശികൾ അറസ്റ്റിൽ. 28 വയസ്സുള്ള മാമൻ മണ്ഡൽ, 24 വയസ്സുള്ള മാസിദുൽ ഇസ്ലാം എന്നിവരാണ് പിടിയിലായത്. പൊതുവിപണിയിൽ 10 ലക്ഷത്തോളം രൂപ വില വരുന്ന കഞ്ചാവാണ് പ്രതികളിൽ നിന്നും കണ്ടെടുത്തത്. ഒറീസയിലെ ഭുവനേശ്വരിൽ നിന്ന് വാങ്ങിയ കഞ്ചാവ് 2 ബാഗുകളിലാക്കി കന്യാകുമാരിക്ക് പോകുന്ന വിവേക് എക്സ്പ്രസ് ട്രെയിനിൽ രാത്രി 12 മണിയോടെ കൊല്ലത്തെത്തിയതായിരുന്നു പ്രതികൾ. ബാഗുകൾ വാങ്ങുവാൻ വരുന്ന ആളിനെ പ്രതീക്ഷിച്ച് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന സമയത്താണ് പിടിയിലാവുന്നത്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രെയിൻ പുറപ്പെട്ട ശേഷം സംശയാസ്പദമായ രീതിയിൽ കണ്ട 2 യുവാക്കളെ ചോദ്യം ചെയ്ത് അവരുടെ ബാഗ് പരിശോധിച്ചപ്പോഴാണ് 18 കിലോ കഞ്ചാവ് കണ്ടെടുത്തത്. പ്ലാറ്റ്ഫോമിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ അതിനായി ഉപയോഗിക്കുന്ന സീറ്റുകൾക്കിടയിൽ മറഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവർ റെയിൽവേ പോലീസിന്റെ കണ്ണിൽപ്പെടുന്നത്. RPF ക്രൈം ഇന്റലിജന്റ്, RPF കൊല്ലം, ഗവൺമെന്റ് റെയിൽവേ പോലീസ് കൊല്ലം, DPDS തിരുവനന്തപുരം എന്നിവർ സംയുക്തമായി നടത്തിയ മിന്നൽ പരിശോധനയിലാണ് പ്രതികൾ വലയിലായത്. ഇവർ എത്തിക്കുന്ന കഞ്ചാവ് ചെറുപൊതികളിലാക്കി കൊല്ലത്തും പരിസര പ്രദേശത്തുമുള്ള അതിഥി തൊഴിലാളികൾക്ക് വിൽക്കുവാൻ എത്തിച്ചതെന്നാണ് സംശയം. ഇപ്പോൾ പിടിയിലായ മാമൻ മണ്ഡൽ ഇതിനു മുമ്പും കഞ്ചാവ് കടത്തിയതിന് മൂവാറ്റുപുഴയിൽ പിടിയിലായി ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആളാണ്. ഇവരുമായി ബന്ധമുള്ള ആളുകളുടെ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് പോലീസ്. കഴിഞ്ഞ വർഷം മാത്രം 570 കിലോ കഞ്ചാവും 45 പ്രതികളെയും RPF പിടികൂടിയിട്ടുണ്ട്. തിരുവനന്തപുരം ഡിവിഷണൽ സെക്യൂരിറ്റി കമ്മീഷണർ മുഹമ്മദ് ഹനീഫയുടെ നിർദ്ദേശത്തിൽ RPF കൊല്ലം ഇൻസ്പെക്ടർ അനീഷ് TA, ക്രൈം ഇന്റലിജന്റ് ഇൻസ്പെക്ടർ ജിബിൻ AJ, കൊല്ലം GRP SHO ശ്യാമകുമാരി എന്നിവരുടെ പ്രത്യേക മേൽനോട്ടത്തിൽ RPF ക്രൈം ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരായ പ്രൈസ് മാത്യു, ഫിലിപ്പ് ജോൺ, സിജോ സേവിയർ, SV ജോസ്, ബിന്ദു, ജ്യോതീന്ദ്രൻ, ബിജു എബ്രഹാം, സജീവ്, അഖിൽ, ഡാൻസ് ഓഫ് അംഗങ്ങളായ സുനിൽ, കൃഷ്ണലാൽ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ചിന്നക്കട ബസ് വേയിൽ BJP പ്രവർത്തകർ മന്ത്രി വീണ ജോർജിന്റെ കോലം കത്തിച്ചു. ആശ്രമം ESI ആശുപത്രി മെഡിക്കൽ കോളേജായി ഉയർത്തുന്നതിന് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകാതിരുന്ന നിലപാടിനെതിരെയായിരുന്നു പ്രതിഷേധം. മന്ത്രി രാജിവെക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. കൊല്ലം ആശ്രാമം ESI മോഡൽ ആശുപത്രി മെഡിക്കൽ കോളേജായി ഉയർത്തുന്നതിനാവശ്യമായ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകാതിരുന്ന സംസ്ഥാന സർക്കാരിന്റെ അലംഭാവത്തിനെതിരെയാണ് ചിന്നക്കട ബസ് വേയിൽ BJP പ്രവർത്തകർ വീണ ജോർജിന്റെ കോലം കത്തിച്ചത്.
മെഡിക്കൽ കോളേജ് മുടക്കിയ ആരോഗ്യവകുപ്പിന്റെ കെടുകാര്യസ്ഥതയുടെ ഉത്തരവാദിത്വം മന്ത്രി വീണ ജോർജ് ഏറ്റെടുത്ത് രാജിവെക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. വീണ ജോർജിന്റെ കോലവുമേന്തി നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിഷേധ യോഗം BJP കൊല്ലം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് S പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ എന്തുകൊണ്ട് ഈ വർഷം മെഡിക്കൽ കോളേജ് അനുവദിക്കാൻ കഴിഞ്ഞില്ല എന്നതിന്റെ കൃത്യമായ ഉത്തരം ഇവിടുത്തെ പൊതുസമൂഹത്തോട് പറയുവാനുള്ള ബാധ്യത സംസ്ഥാന ആരോഗ്യ വകുപ്പിനും അതിന് നേതൃത്വം കൊടുക്കുന്ന ഭരണമുന്നണിക്കുമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഇത് ഒരു തുടർച്ചയാണ്. ഇതിനെ ഒരു സന്ധിയില്ലാത്ത സമര പോരാട്ടമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകാതിരുന്നതിന്റെ കാരണം ആരോഗ്യമന്ത്രി പൊതുസമൂഹത്തോട് വെളിപ്പെടുത്തണമെന്ന് പ്രശാന്ത് ആവശ്യപ്പെട്ടു. ജില്ലാ നേതാക്കൾ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. മ്യൂസിക്കൽ ഡാൻസിംഗ് ഫൗണ്ടന്റെ നിർമ്മാണത്തിനെത്തിച്ച അസംസ്കൃത വസ്തുക്കൾ കാണാതായി. അഷ്ടമുടിക്കായലിനെ ആകർഷകമാക്കാനായാണ് പദ്ധതി കൊണ്ടുവന്നത്. കഴിഞ്ഞ മെയ്യിൽ ആരംഭിച്ച പദ്ധതിയുടെ നിർമ്മാണം എങ്ങുമെത്തിയില്ല. മക്കൾ സംരക്ഷിക്കുന്നില്ല. വയോധിക ദിവസങ്ങളായി കഴിയുന്നത് ട്രെയിനിലും റെയിൽവേ സ്റ്റേഷനിലും. കോഴിക്കോട് സ്വദേശിനി മറിയാമയാണ് പോകാനിടമില്ലാതെ റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞത്. RPFന്റെയും ജീവകാരുണ്യ പ്രവർത്തകരുടെയും ഇടപെടലിൽ ഇവരെ അഭയകേന്ദ്രത്തിൽ എത്തിച്ചു. പെരിനാട് പെരുമൺ റെയിൽവേ സ്റ്റേഷന് സമീപം കുറ്റിക്കാടിന് തീപിടിച്ചു. 1/2 കിലോമീറ്റർ ദൂരത്തിൽ തീ പടർന്നു. ഇതേ തുടർന്ന് ട്രെയിനുകൾ പിടിച്ചിട്ടു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.